ഹലോ, എല്ലാവർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നെൻ്റെ മോണാഷിൽ കൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദേഷ്യം എത്രയൊക്കെ അപകടകാരിയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം വളരെ നന്നായിരിക്കും. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തൊക്കെ കാര്യങ്ങളാ ഭഗവാനെ. അടുത്ത് ലീജ, ഭാസ്കരൻ, ദാമോദ്, രാമേട്ടൻ, ഇവർക്കൊക്കെ കടം കൊടുക്കാണ്ടല്ലോ ഭഗവാനെ. ചേട്ടാ ഫോൺ തരുമോ? എന്നാ ആൾക്കാർ നമുക്കൊരു ബുക്കിൽ നമ്മൾ കണക്കൊക്കെ ചെയ്യുക. ഇവനക്ക് എത്രയും കൊടുക്കാനുണ്ട്, ഇവന് എത്രയും കൊടുക്കാനുണ്ട്, 80, 100. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണല്ലോ. പക്ഷേ ആ ഫോൺ എന്നതാ ചേട്ടാ? എവിടെ പോണ നീ? ഈ ഫോണിൽ എനിക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നീ എവിടെ കൊണ്ടുവച്ച്? ചേട്ടാ, ഞാനത് ഒരു സ്പേസ് ഒന്നും ഉണ്ടായില്ല ഫോണിന്, അതാണ്. സ്പേസ് ഇല്ലാന്ന് വെച്ച് നീ എന്നെ കുറെ മുഖ്യമായ കാര്യങ്ങൾ കളയണോ? ചേട്ടാ, അത് സ്പേസ് ഇല്ലാണ്ട് കാണാനല്ല, സ്റ്റോറേജ് കുറവാണ്. എന്റെ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടല്ല, നീ നോക്കളത് ശാങ്കട്ടവനെ. അതിനിടക്ക് കൂത്തോട്ടം കുറെ സ്പേസ് ഉണ്ടാക്കുമല്ലോ, അവൻ കുറെ മാങ്ങാത്തൊലി ഉണ്ടാക്കി കളിക്കാനായിട്ട്. എന്താണ് പ്രശ്നം? ഇവിടുത്തെ പ്രശ്നമാണ് അമ്മ എന്റെ കുറെ മുഖ്യമായ കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു. എടാ മോനെ, മോനെ സജി, എന്തെങ്കിലും പറ്റൂടോ? എടാ മഹാഭാവി, അയ്യോ. ചേട്ടാ, ഒന്ന് കഴിയുമ്പോ മോനോട് കുമാരോട് തല്ലുകൂടിയേക്കോ? മോന് നല്ല പരിക്കുണ്ട്, എനിക്കൊന്നുമില്ല. ശരിയോ? എടാ മഹാഭാവി, ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുത്ത് കാണുന്നോണ്ടല്ലേ അവൻ എന്താ ചെയ്ത്? കേട്ടോനെ നശിച്ചു പോണോ നീ? ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിൽക്കാൻ പിന്നെ എടുക്കാൻ പറ്റും എന്നും പറഞ്ഞ എന്തിനാ ഈ പാവനി നീ തല്ലിയത്? അച്ഛൻ വെക്കടാ, നിന്നെ കൂടെ സത്ത കിട്ടിക്കോളൂ. പണ്ടാണ് പുല്ല്. ഒക്കത്തിനൊന്നും വേണ്ട, ഇവിടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോ
സുധാമണി എന്താ മോനെ പറ്റി? കണ്ടോ നമ്മുടെ മോനെ ഒരാക്കിയിട്ട് സ്ഥിതി കണ്ടു ചേട്ടാ. മോനെ വാ, കാലിക്കറി വാ, നീ കൂടി വാ. ഞാൻ എന്ത് പരിപാടി ചെയ്തേ? ഷടാ, എന്റെ ഒക്കെ ദേഷ്യോ ഈ കാണണം. ഈ നശിച്ച ദേഷ്യം എന്റെ അനിയനെ അവർക്ക് അപകടപ്പെടുത്താനായല്ലോ ഭഗവാനെ. വാ ഡോക്ടറെ, അർജുന ഡോക്ടറെ, ഒന്ന് നോക്ക് ഡോക്ടറെ. സർ, മോന് തലയ്ക്ക് കുറച്ച് ഓർമ്മക്കുറവൊക്കെ ഉണ്ട്. ആരും നല്ല ശക്തമായിട്ട് തലയോട്ട് കഴിച്ചിട്ടുണ്ട്. വന്ന് സാറേ, സർജറി നടത്തിയാതെല്ലാം ഓക്കെ. എത്ര രൂപയാവിടെ? ഒരു 3 ലക്ഷം രൂപയെങ്കിലാവും. 3 ലക്ഷം 3 ലക്ഷം എന്റെ കുടുംബം വെച്ചിട്ടായാലും എന്റെ മോനെ സർജറി നടത്തിയിരിക്കും. താൻ സർജറി നടത്തിക്കോ, കാശ് ഞാൻ ചെയ്തേക്കാം. വാടി. ഈശ്വര, കുഴപ്പമായിട്ടാ. വാടി. മനുഷ്യ, അവനൊന്നും ചെയ്യില്ലേ, അറിയാത്ത കുട്ടിയല്ലേ. ഞാനവനെ എന്ത് ചെയ്യാനടി? അവന്റെ ഓരോ കരിപ്പുകള്. സന്തോഷമായല്ല നിന്റെ അനിയനെ. ഓർമ്മ പോയി കിടക്ക അവിടെ. അവന് ചേട്ടനാരെയും അമ്മയെ രക്ഷാണെന്ന് പറയുന്നല്ല. അതിന് വലിയ വലിയ കാര്യമുണ്ടടാ. അത് സർജറി ചെയ്താൽ നടത്തും. പക്ഷെ ആ സർജറിക്ക് വേണ്ടി അച്ഛനെ വീട് വെക്കാൻ പോകണം. അവനെ നമുക്ക് വീട് വേണ്ട, കുടില് വേണ്ട. നമ്മുടെ മോനെടാ അച്ഛന് വേണ്ടത്. അച്ഛാ, എന്നോട് ക്ഷമിക്കണോ അച്ഛാ? അബദ്ധം പറ്റിപ്പോയി അച്ഛാ.
എന്നെ ദേഷ്യം മനസ്സിലായല്ലോ ദേഷ്യം കാരണം എന്തൊക്കെ നഷ്ടം ഉണ്ടായെന്ന്. ഇനി നീ ദേഷ്യപ്പെടരുത്. അത് അച്ഛനും മോനോട് പറയാനുള്ളൂ. വേഗം വീട് എടുക്കാനുള്ള കാര്യം നോക്കണം. വാടിച്ചിട്ടേ. നന്ദി, നമസ്കാരം. അപ്പോ ദേഷ്യം വന്നാൽ എന്തൊക്കെ നഷ്ടം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ആരും ദേഷ്യപ്പെടരുത്. നിങ്ങൾക്ക് അത് വലിയ നഷ്ടം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഒന്നുകൂടി നന്ദി, നമസ്കാരം.